ഹലോ ഗായ്സ്, നമ്മളെ പുതിയതായിട്ടുള്ള സ്വാഗതം. ഓക്കെ ഗായ്സ്, നമ്മൾ ബസ് സിമുലേറ്ററിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും വേറെ പാടിയൊന്നുമില്ല. നമുക്കൊന്ന് ഇറങ്ങണം, മൊത്തത്തിലൊന്ന് ചുറ്റി കാണണം നമ്മളെ ഈ ഒരു വില്ലേജ്. പിന്നെ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ വീട് വരുന്നത്. മറ്റേ വീട്ടിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പണ്ടത്തെ വീട്ടിൽ. അതുകൊണ്ട് അവിടെ വർക്ക് നടക്കുന്ന കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. നമ്മളെ പഴയ വീടാണ് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ ഇനി വണ്ടി എടുത്ത് പോവാം. എൻ്റെ ബെൻസിൻ്റെ ഫ്രണ്ടിൻ്റെ കേക്കിലാണ്. അവിടെ എന്താ ബ്ലോക്ക്. അതുകൊണ്ട് അവൻ്റെ കാർ എടുത്തിട്ട് വന്നിട്ടുള്ള ഒപ്റ്റേമ. നമ്പർ പ്ലേറ്റും പോലും ഇല്ല ഗൈസ്. കിയൻ്റെ വണ്ടിയാണ്. ഓ സീനിട്ടാ സൗണ്ട്. വണ്ടി സ്റ്റാർട്ടാവണ പോലും നമ്മളറിയില്ല. അമ്മൊരു സൗണ്ടാണ്. എൻജിൻ റൂം തുറക്കേണ്ടി വരും, എന്നാലും സൗണ്ട് കേൾക്കുള്ളൂ. വണ്ടി തട്ടു. വണ്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര വലുപ്പവും ഇല്ല, എന്നാലോ എല്ലായിടത്തും കുത്തി കയറ്റാനും പറ്റും, സൈഡിലേക്കൊക്കെ അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ട അവിടെ എന്തൊരു സുഖമായിട്ട് കയറും വണ്ടി. സ്പീഡ് നല്ല വണ്ടിക്ക്. ഒരുത്തെന്താ വന്ന് കയറ്റിയാണ്. എന്ത് പണി ഇയാൾ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ വന്നോളും. എന്താ ഇയാൾ കാട്ടത്? ആയിക്കോട്ടൊരു സൈഡ് കിട്ടി നമുക്ക് എടുക്കുകയെന്ന്. ചില വണ്ടി കുറച്ച് നേരം തള്ളി കൊടുക്കുക. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ തന്നെ പോകുന്നതാണ് തോന്നുന്നത്. അങ്ങനെ വിചാരിക്കാം. വീടിൻ്റെ വർക്ക് നല്ലതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടാണ്ട് നമ്മളെ വീട്. നമുക്കെന്തായാലും പറപ്പിച്ച് വിടാം. ഇന്നെന്തായാലും നമുക്ക് വേറെ പണിയില്ല. പിന്നെ ഒന്ന് പമ്പിലും പോകണം. കുറച്ച് പെട്രോൾ കുറവാണ് കൈസ്. നമുക്ക് ഫുൾ ടാങ്ക് ഓടിച്ചിട്ട് നടക്കണം. അതാണ് എൻ്റെ ഒക്കെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. എൻ്റെ മോനപ്പം തന്നെ ഇടിച്ച് ഫുൾ ടാങ്ക് ആയിട്ട് അടിച്ചെടുക്കുമ്പോഴാണ് നല്ല സുഖം കിട്ടുക വണ്ടിക്ക്. അതൊക്കെ ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടാണ്ട. വണ്ടി ഡ്രിഫ്റ്റായി കിടന്നിട്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്രണ്ടിന് വണ്ടിയാണ് തട്ടിയ സീനാണ്. ഫ്രണ്ട് ഇച്ചിരി കലിപ്പാണ് കേട്ടോ. അവനക്കെന്തോ ബെൻസിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ബെൻസിലാവുമ്പോൾ ബാക്കിലൊക്കെ ആൾക്കാർക്ക് ഇരിക്കാമല്ലോ. എൻ്റെ ബെൻസ് ML 35 ആണ്. സോറി 35 അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങനെ പോവാം. ഇവിടെ കുറേ തട്ടുകടകളുണ്ട്. നമുക്കിവിടെ വണ്ടി നിർത്താം. തട്ടുകടയിലൊക്കെ നിർത്താം. ഇവിടെ ഉള്ളിൽ കയറ്റാൻ ഇല്ലല്ലേ? ഇവിടെ അങ്ങോട്ട് നിർത്തിയിടാം. ഓക്കെ, നമുക്ക് എന്തായാലും ഫുഡ് വെച്ചിട്ട് വരാം കേട്ടോ. റോഡ് ക്രോസ് ചെയ്യട്ടെ. വണ്ടിക്കാരൻ എന്നെ കൊല്ലല്ലടാ. ഈ കടയിൽ കയറണ തട്ടുകടയിൽ പറഞ്ഞിട്ട് കയറുന്നില്ല കേട്ടോ. ബർഗറൊക്കെ ഉണ്ട്. സീനാണ്. ഇവിടെ ഫ്രൂട്ട്സ്. നമുക്ക് എന്തായാലും ബർഗർ കടയിൽ തന്നെ കയറാം. ഓക്കെ, നമ്മൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എല്ലാം പോയിക്കൂടെ ട്രക്കാരനൊക്കെ. ഫുഡും കഴിച്ചിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. വണ്ടി നമുക്കൊന്ന് മെല്ലെ ബാക്കിൽ കറക്കണം. എന്ത് കഷ്ടാണ്. ഓക്കെ, അപ്പുറത്ത് വണ്ടിക്കാരൻ വന്നിട്ടുണ്ട്. ഓനെന്തോ അവിടെ ഒരാവശ്യത്തിന് നിർത്തിക്കുന്നു. എടാ ബസ്സേരെ പോടാ. എടാ ഇയാൾക്ക് ഇവിടെ അത്ര സ്ഥലല്ലേ? ഇയാളെ വണ്ടി JCB ആണെന്ന് അയാളെ വിചാരം. അത്രക്കും സ്ഥലം ഉണ്ടായിട്ട് അവനക്ക് പോകാൻ പറ്റൂല. മുട്ട കാണിക്കല്ലേ എൻ്റെ അടുത്ത്. സ്പീഡിലിടാം വൈപ്പർ. മറ്റേ ഈ വൈപ്പറിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എന്താ അറിയില്ല, അത്ര പൊങ്ങണില്ല. സാരമില്ല. ഓക്കെ, നമുക്കെന്തായാലും നേരെ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ടോ. ഗ്യാസ് നമ്മളെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് ഞാൻ കയറ്റി കൊടുക്കാം. അര ടാങ്ക് ഇനിയുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി അടിച്ചാൽ ഫുൾ ടാങ്ക് ആവും. പ്രത്യേകിച്ച് എൻ്റെ വണ്ടിയോ അല്ലേ. കണ്ട, ഒരു തുള്ളി അടിച്ചാൽ മതി, എപ്പോഴും ഫുൾ ടാങ്ക് ആവും. കണ്ട, എത്ര 14 ലിറ്റർ ഒഴിച്ചാൽ ഫുള്ളാവും. 200 ഇതിൻ്റെ മാക്സിമം. പക്ഷെ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. യൂസ് മണി എന്താല്ലേ, പെട്രോളിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്.
കണ്ട ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ള പോലും പിന്നെ ഓക്കെ 200 ആയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി എവിടെയും തട്ടാതെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഗൈസ് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് കിട്ടാതെ മഴ ആയതുകൊണ്ട് തേക്ക് ഒരു വണ്ടിക്ക് പോയിടിച്ച് ആ ട്രക്കിനെ പോയിടിച്ചിട്ടാ. ആ ട്രക്കിൻ്റെ ബാക്കിലുള്ള വണ്ടി ഇരുന്ന് ഈ ബസ്സൊക്കെ ബസ്സിൻ്റെ ബാക്കിൽ ഈ ഇന്നോവക്കാരനും പോയി. ബാക്കി എല്ലാവർക്കും ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി എന്നത് തട്ടി. എടാ ഇവിടെയൊക്കെ നോക്കിത്. ഞാൻ വണ്ടി ഒന്ന് മൊത്തത്തിലെടുത്തൊന്ന് മാറ്റിരട്ടെ. കീയൻ്റെ ലോഗോ അടക്കി പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? ആകെപ്പാടെ പണി കിട്ടി. മീറ്റർ അടിച്ച് പോകാനിരിക്കണം ഗായ്സ്. ബോർഡ് മൊത്തത്തിലെ വണ്ടി പോയി. ഗായ്സ് ഇപ്പം എന്ത് ചെയ്യുക? കാര്യം ചെയ്യാം, നമുക്കിന്ന് നേരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം. അത്ര പറ്റുള്ളൂ. അല്ല വേറെ വഴിയൊന്നുമില്ല ഗൈസ്. നമുക്കെന്തായാലും ഇനി വേഗം ഇവിടുന്ന് വണ്ടി എടുത്ത് സ്കൂട്ടാവാം. ഇവിടെ നിന്നിട്ട് അത്ര നല്ലതുമല്ല. നമുക്ക് ഈ വണ്ടി ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാം. ഗൈസ് നമ്മൾ തൽക്കാലത്തിന് വണ്ടി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.